ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിങ് ഓഫ് ഫുട്വെയർസ്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. പവിത്രമായ വിവാഹ ചടങ്ങുകളുടെ പേരിൽ ലക്ഷങ്ങൾ പൊടിപൊടിക്കുന്നത് വലിയ സാമൂഹിക പ്രശ്നമായി മാറിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. സാധാരണക്കാർ പോലും കല്യാണങ്ങൾ ആർഭാടമാക്കാൻ വെപ്രാളപ്പെടുമ്പോൾ ഇവിടെ പരുങ്ങലിലാവുന്നത് പാവങ്ങളാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഇവർക്ക് 1.5 ലക്ഷം രൂപ ധനസഹായം നൽകുന്ന പ്രത്യാശ പദ്ധതി അവരിൽ പ്രതീക്ഷ ജനിപ്പിക്കുന്നു. പ്രധാന വാർത്തകളിലേക്ക്. അഴിമതിയും കെടുകാര്യസ്ഥതയും നിറഞ്ഞ ഭരണകൂടത്തെ കരിങ്കൊടി കൊണ്ടോ ചൂലുകൊണ്ടോ തുടച്ചു നീക്കാനാവാത്ത അവസ്ഥയാണെന്നുള്ളതെന്ന് സാറാ ജോസഫ്. സ്കൂളുകളിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ നിയമനം. പുതിയ ഉത്തരവ് കായിക മേഖലയെ പുറകോട്ട് വലിക്കുമെന്ന് മുൻ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ടി പി ദാസൻ. വിവാഹങ്ങൾ ധൂർത്തായി മാറുകയാണെന്നും അത് പരിമിതപ്പെടുത്തണമെന്നും മന്ത്രി എം കെ മുനീർ പ്രത്യാശയുടെ വിവാഹ ധനസഹായങ്ങൾ വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. അഴിമതിയും കെടുകാര്യസ്ഥതയും നിറഞ്ഞ ഭരണകൂടത്തെ കരിങ്കൊടി കൊണ്ടോ ചൂലുകൊണ്ടോ പ്രക്ഷോഭ സമരങ്ങൾ കൊണ്ടോ തുടച്ചു നീക്കാനാവാത്ത അവസ്ഥയാണ് ഇന്നുള്ളതെന്ന് എഴുത്തുകാരി സാറാ ജോസഫ്. കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഓർഗനൈസർമാരുടെ പ്രതിമാസ വേതനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് AMTU സംസ്ഥാന സെക്രട്ടറി പി വിജി ആരംഭിച്ച അനിശ്ചിതകാല നിരാഹാരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. 16 വർഷമായി കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഓർഗനൈസർമാരുടെ പ്രതിമാസ വേതനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷന് മുന്നിൽ കമ്മ്യൂണിറ്റി ഓർഗനൈസർമാർ നടത്തുന്ന അനിശ്ചിതകാല സമരത്തിന്റെ ഭാഗമായി AMTU സംസ്ഥാന സെക്രട്ടറി പി വിജി അനിശ്ചിതകാല നിരാഹാരം ആരംഭിച്ചിരിക്കുകയാണ്. അനിശ്ചിതകാല കുത്തിരിപ്പ് സമരം, റിലേ നിരാഹാരം, പട്ടിണി സമരം എന്നിങ്ങനെ നടത്തിയെങ്കിലും കോർപ്പറേഷൻ അധികാരികൾ സമരത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് അഡ്വക്കേറ്റ് ആനന്ദ കനകം ചെയർപേഴ്സണായും അഡ്വക്കേറ്റ് പ്രദീപൻ കുതിരോട് കൺവീനറുമായി സ്വാഗത സംഘം രൂപീകരിച്ചത്. സ്വാഗത സംഘത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. സമരം എഴുത്തുകാരി സാറാ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. അഴിമതിയും കെടുകാര്യസ്ഥതയും നിറഞ്ഞ ഭരണകൂടത്തെ ഒരു കരിങ്കൊടി കൊണ്ടോ ചൂലുകൊണ്ടോ പ്രക്ഷോഭ സമരങ്ങൾ കൊണ്ടോ തുടച്ചു നീക്കാനാവാത്ത അവസ്ഥയാണ് ഇന്നുള്ളതെന്നും അഴിമതിക്ക് ചുക്കാൻ പിടിക്കുന്ന ഭരണകൂടം സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും അവർ ആരോപിച്ചു. എല്ലാം രാഷ്ട്രീയവൽക്കരിക്കുമ്പോൾ സ്ത്രീകളുടെ ശാക്തീകരണത്തിനായി പിറവിയെടുത്ത കുടുംബശ്രീയും ഇന്ന് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ഒരു പ്രതിഷേധം, ഒരു ചൂൽ പ്രയോഗം, ഒരു കരിങ്കൊടി വീശൽ, ഇതുകൊണ്ടൊന്നും പോകുന്നവരല്ല അഴിമതിയിൽ മുങ്ങിയിട്ടുള്ള ഭരണകൂടങ്ങൾ. ഒരു മിന്നൽ പോലെ കടന്നുപോയ ഒരു താരകം പൊലിഞ്ഞു വീഴുന്നത് പോലെ, ഒരു ചുവന്ന താരകം പൊലിഞ്ഞു വീഴുന്നത് പോലെ പൊലിഞ്ഞുപോയ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഇന്നത്തെ ബൂർഷ്വാ ജീവിതം നയിക്കുന്ന ഭരണ നേതൃത്വത്തിന്റെ മുമ്പിൽ ആണ് 1500 രൂപ മാത്രം പ്രതിമാസം പ്രതിഫലം പറ്റിക്കൊണ്ട് കുറെ ജീവിതങ്ങൾ ഇഴഞ്ഞു നീങ്ങിയിരിക്കുന്നു. അന്വേഷി സാരഥി കെ അജിത അധ്യക്ഷയായിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനി പി വാസു, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് MT പത്മ, പ്രതിപക്ഷ കൌൺസിലർമാരായ MC മോയിൻകുട്ടി, KK മുഹമ്മദ് അലി, സക്കറിയ P ഹുസൈൻ, KP ബിജുകുമാർ, അഡ്വക്കേറ്റ് പ്രദീപൻ കുതിരോട്, VP സുഹറ, M സുബ്രഹ്മണ്യൻ, PT ഹരിദാസ്, അഡ്വക്കേറ്റ് സീനത്ത് തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂളുകളിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ നിയമനത്തെക്കുറിച്ചുള്ള പുതിയ സർക്കാർ ഉത്തരവ് കായിക മേഖലയെ പുറകോട്ട് വലിക്കുമെന്ന് മുൻ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ടി പി ദാസൻ. കായിക വിദ്യാഭ്യാസത്തിന്റെ ബാലപാഠങ്ങൾ പഠിക്കുന്ന സ്കൂളുകളിൽ യോഗ്യതയില്ലാത്ത അധ്യാപകരെ നിയമിക്കുന്നത് കായിക രംഗത്തെ ദോഷകരമായി ബാധിക്കുമെന്നും ടി പി ദാസൻ പറഞ്ഞു. ഏത് അധ്യാപകനും ഒരു 15 ദിവസത്തെ ട്രെയിനിങ് കൊടുത്താൽ സ്പോർട്സ് പഠിപ്പിക്കാം എന്ന ഒരു പുതിയ ഉത്തരവ് ഗവൺമെന്റ് ഇറക്കിയിരിക്കുകയാണ്. ഇത് കേരളത്തിലെ സ്പോർട്സിനെ പുറകോട്ട് വലിക്കുന്ന ഒരു സമ്പ്രദായമാണ്.
സർക്കാരിന്റെ വികലമായ നയവും തീരുമാനവുമാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ നിയമനം സംബന്ധിച്ച പുതിയ ഉത്തരവ്. കേന്ദ്ര സർക്കാരിന്റെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ പദ്ധതി പ്രകാരം 8ാം ക്ലാസ് വരെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ നിർബന്ധമാണ്. ഇവർക്കായുള്ള വേതനവും കേന്ദ്ര സർക്കാർ നൽകുന്നു. യോഗ്യതയുള്ളവർ ഉണ്ടായിട്ടും മറ്റ് അധ്യാപകരെ 15 ദിവസത്തെ പരിശീലനം നൽകി കായികാധ്യാപകർ ആക്കുന്നത് പിരീഡില്ലാതെ പുറത്തുപോകുന്ന അധ്യാപകരെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണെന്നും ടി.പി. ദാസൻ പറഞ്ഞു. എല്ലാ 8ാം ക്ലാസ് വരെയുള്ള സ്കൂളുകളിലും ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ നിർബന്ധമാണ്, പാർട്ട് ടൈം. അതിനുള്ള കാശും കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുകയാണ്. അത് കയ്യിൽ വാങ്ങി വെച്ചിട്ടാണ് ആയിരക്കണക്കിന് ക്വാളിഫൈഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർമാരുള്ള കേരളത്തിൽ കണക്ക് പഠിപ്പിക്കുന്നതും മലയാളം പഠിപ്പിക്കുന്നതും അധ്യാപകന്മാരെ വെച്ച് NCCക്കൊക്കെ ട്രെയിനിങ് കൊടുക്കും പോലെ ലെഫ്റ്റ് റൈറ്റ് പഠിപ്പിച്ചാൽ മതി എന്നാണ് ഇവരുടെ ധാരണ. കായിക രംഗത്തെ ദോഷകരമായി ബാധിക്കുന്ന സർക്കാരിന്റെ ഈ തീരുമാനം പിൻവലിക്കണം. വിദ്യാർത്ഥി, അധ്യാപക, യുവജന സംഘടനകളും സ്പോർട്സ് പ്രേമികളും ഇതിനെതിരെ പ്രതികരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട പൾസർ ബൈക്ക് കത്തിയ നിലയിൽ കണ്ടെത്തി. കൊയിലാണ്ടി നന്ദി നാരങ്ങോളിക്കുളത്തെ അബൂബക്കറിന്റെ വീട്ടിലാണ് സംശയാസ്പദമായ രീതിയിൽ പൾസർ കത്തി നശിച്ചത്. കൊയിലാണ്ടി നന്ദി നാരങ്ങോളിക്കുളത്തെ ജസ്ന മൻസിൽ അബൂബക്കറിന്റെ വീട്ടിലാണ് നിർത്തിയിട്ട പൾസർ ബൈക്ക് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം നടന്നത്. കത്തലിൽ പൾസർ പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. തീ കത്തിപ്പടർന്നതിനാൽ വീടിന്റെ മുൻവശത്തെ വാതിലും ജനൽപാളികളും കത്തിനശിച്ചു. സംഭവം സംശയാസ്പദമായതിനാൽ അബൂബക്കർ കൊയിലാണ്ടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ വാതിൽ തുറന്ന് നോക്കുന്നേരം ബൈക്ക് ഇങ്ങനെ കത്തിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. കറക്റ്റ് 3 മണി അയക്കാൻ നേരം. അപ്പം ഞങ്ങൾ മോട്ടർ സ്റ്റാർട്ട് ചെയ്ത് കെടുത്തി കംപ്ലീറ്റ് തീയൊക്കെ അണച്ച്. എന്നതിന് ശേഷം ഞങ്ങൾ കൂട്ടുകാരെല്ലാം വിളിച്ച്, അടുത്ത വീട്ടുകാരെല്ലാം വിളിച്ച് അവരെല്ലാം വന്ന് അപ്പം പോലീസിൽ വിവരം അറിയിച്ച്. ഒരു പ്രശ്നവുമില്ല. ഞാൻ രാഷ്ട്രീയമായിട്ട് യാതൊരു ഇതുമില്ല, ആരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നല്ല രൂപത്തിലാണ് ഇവിടെ എല്ലാം എൻ്റെ ലോകിയക്കാരുമായിട്ട് നല്ല പരിചയത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. ഇതുവരെ ഒരു കംപ്ലൈൻറ്റും ഇല്ലായിരുന്നു. എൻ്റെ പേരിൽ ആർക്കും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായില്ല, മകൻ്റെ പേരിലും ഇല്ല. തുടർന്ന് ആർ ഹരിദാസൻ, SI സുകുമാരൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. ഫോറൻസിക് വിദഗ്ധരും സ്ഥലം സന്ദർശിച്ചു. അബൂബക്കറും ഭാര്യയും 2 ആൺകുട്ടികളുമാണ് വീട്ടിൽ താമസിക്കുന്നത്. പ്രശ്നബാധിത പ്രദേശമോ മറ്റു പ്രശ്നങ്ങളോ ഇല്ലാത്തതിനാൽ സംഭവത്തിനു പിന്നിലെ കാരണം വ്യക്തമല്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിവാഹങ്ങൾ ധൂർത്തുകളായി മാറുകയാണെന്നും അത് പരിമിതപ്പെടുത്തണമെന്നും മന്ത്രി MK മുനീർ. കേരള സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ വിവാഹ ധനസഹായ പദ്ധതിയിൽ 1000 യുവതികൾക്കുള്ള ധനസഹായ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സർക്കാരും സന്നദ്ധ സ്ഥാപനവും ഒരുമിച്ചപ്പോൾ 1000 യുവതികൾക്ക് വലതുകാൽ വെച്ച് മംഗല്യ സൗഭാഗ്യം. സാമൂഹ്യനീതി വകുപ്പിന് കീഴിലെ സാമൂഹ്യ സുരക്ഷാ മിഷനും മലബാർ ഗോൾഡൻ ഡയമണ്ട്സും ചേർന്നൊരുക്കിയ പ്രത്യേക പദ്ധതിയിലൂടെയാണ് 1000 യുവതികൾക്ക് ദാമ്പത്യത്തിന്റെ മിന്നുകിട്ടിയത്. കോഴിക്കോട് ശ്രീനാരായണ സെൻട്രൽ ഹാളിൽ നടന്ന ചടങ്ങിൽ സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ MK മുനീർ യുവതികൾക്ക് സഹായധനം കൈമാറി. ആർഭാട വിവാഹങ്ങൾക്കെതിരെ സമൂഹം രംഗത്തിറങ്ങണമെന്ന് അദ്ദേഹം പറഞ്ഞു. പൊങ്ങച്ചങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന തുകയുടെ ചെറിയൊരംശം മാറ്റിവെച്ചാൽ വിവാഹപ്രായം കഴിഞ്ഞ നിരവധി പേർക്ക് സഹായകമാകും. അതോടൊപ്പം എനിക്ക് പൊതുസമൂഹത്തോടൊരു അഭ്യർത്ഥന, വിവാഹങ്ങൾ ധൂർത്തുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വിവാഹം അനാവശ്യമായിട്ടുള്ള പൊങ്ങച്ചങ്ങളുടെ ഒരു വിഹരിക്കുന്ന കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് പരിമിതിപ്പെടുത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടി ചെലവഴിക്കുന്ന പണത്തിന്റെ ഒരു അംശമുണ്ടെങ്കിൽ 1000 പെൺകുട്ടികൾക്ക് നിങ്ങളുടെ ചുറ്റുവട്ടത്ത് മംഗല്യഭാഗ്യമുണ്ടാകും എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. 5 കോടി രൂപ സർക്കാരും 5 കോടി മലബാർ ഗോൾഡും ചിലവഴിച്ച് 2000 പേർക്കാണ് വിവാഹ സഹായം നൽകുന്നത്. ഇതിൽ 640 പേർക്ക് നേരത്തെ നൽകി. 1000 പേർക്കാണ് ഞായറാഴ്ച സഹായധനം കൈമാറിയത്. ശേഷിക്കുന്നവർക്ക് ഉടൻ ധനസഹായം ലഭ്യമാക്കും. ഒരാൾക്ക് 50,000 രൂപയാണ് പദ്ധതിയിലൂടെ ലഭ്യമാക്കുന്നത്. 22 വയസ്സ് കഴിഞ്ഞ 60,000 രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങളിലെ യുവതികളെയാണ് പരിഗണിക്കുന്നത്. ഇതേ രീതിയിൽ ചുരുങ്ങിയത് 25,000 രൂപ പദ്ധതിയിലേക്ക് നൽകാൻ തയ്യാറായാൽ അത്രയും സംഖ്യ സർക്കാരും ചേർത്ത് ഒരു യുവതിയുടെ വിവാഹത്തിന് സഹായം നൽകും. ഇത് പ്രകാരം അടുത്ത വർഷം 2000 പേർക്ക് കൂടി വിവാഹ ധനസഹായത്തിന് നടപടിയെടുക്കും. സുരക്ഷാ മിഷന് കീഴിലെ VCare പദ്ധതിയിൽ ചികിത്സ, പുനരധിവാസം, സാമൂഹിക സേവനം തുടങ്ങിയവയ്ക്ക് 10,000 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും സന്നദ്ധ സംരംഭകരുമായി സഹകരിച്ച് നടപ്പാക്കാനാണ് ഉദ്ദേശമെന്നും മന്ത്രി പറഞ്ഞു. മേയർ AK പ്രേമജം അധ്യക്ഷം വഹിച്ചു. മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ്, C മോയിൻകുട്ടി MLA, പുരുഷൻ കടലുണ്ടി MLA,
IV ശശാങ്കൻ, കമൽ ബർദൂർ, റോഷൻ ബിജ്ലി, ഡോക്ടർ വി കുഞ്ഞാലി, കൗൺസിലർമാരായ കെ സത്യനാഥൻ, PV അവറാൻ, KT ബീരാൻ കോയ, സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ TP അഷ്റഫ്, AK നിഷാദ് എന്നിവർ സംസാരിച്ചു. തോടയം കഥകളി യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന രജതോത്സവത്തിന് തുടക്കമായി. രജതോത്സവത്തിന്റെ ഭാഗമായി മഹാഭാരതത്തിലെ സദാചാര ബോധം എന്ന വിഷയത്തിൽ ചർച്ച സംഘടിപ്പിച്ചു. പ്രമുഖർ പങ്കെടുത്തു. കോഴിക്കോട് പത്മശ്രീ കല്യാണ മണ്ഡപത്തിലാണ് തോടയം കഥകളി യോഗത്തിന്റെ രജതോത്സവം നടക്കുന്നത്. രജതോത്സവത്തിന്റെ ഭാഗമായി കഥകളിയിലെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചർച്ചകൾ സംഘടിപ്പിച്ചു. മഹാഭാരതത്തിലെ സദാചാര ബോധം എന്ന വിഷയത്തിലാണ് തിങ്കളാഴ്ച ചർച്ച സംഘടിപ്പിച്ചത്. സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി, കവി MN പാലൂർ എന്നിവർ വിഷയം അവതരിപ്പിച്ചു. മഹാഭാരതവും വേദവ്യാസനും പറഞ്ഞിരിക്കുന്നത്, എഴുതിയിരിക്കുന്നത്, രേഖപ്പെടുത്തിയിരിക്കുന്നത്, അദ്ദേഹം 1,25,000 ശ്ലോകങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നത്, അദ്ദേഹം എന്താണ് ജീവിതം എന്നല്ല, എന്തിനാണ്, എങ്ങനെയാണ് ജീവിതം, വെളുത്ത കടല് പോലെയാണ്. വൈകിട്ട് നളചരിതം 1-ാം ദിവസം ഉത്തരഭാഗം അപ്പുണ്ണിത്തരകനും സംഘവും അവതരിപ്പിച്ചു. വാർത്തകളിൽ ഇടവേള. വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. Hi, casual jewelry from Malabar Gold and Diamonds. ഓണാശംസകളോടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. Celebrate the beauty of life. You wanna say yeah, you wanna say grab, you wanna say yeah, grab. വാർത്തകൾ തുടരുന്നു. ആഗോളവൽക്കരണത്തിന്റെ അനന്തരഫലങ്ങൾ അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ തൊഴിലാളി സംഘടനകൾ ഒരുമിച്ച് ശബ്ദമുയർത്തണമെന്ന് AITUC സംസ്ഥാന സെക്രട്ടറി J. ഉദയഭാനു. വടകരയിൽ AITUC ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സർക്കാരിന്റെ പുതിയ നികുതി നിർദ്ദേശങ്ങൾ പിൻവലിക്കണമെന്ന് AITUC ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. വടകരയിൽ നടന്ന ജില്ലാ പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി J. ഉദയഭാനു ഉദ്ഘാടനം ചെയ്തു. UPA ഗവൺമെന്റ് തുടർന്നു വരുന്ന തെറ്റായ സാമ്പത്തിക നയം, കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ നയം, തൊഴിലാളികൾക്കെതിരായി എടുക്കുന്ന സമീപനങ്ങൾ, ഇതെല്ലാം ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ എതിരാളികൾ 10 ഡിമാൻഡ്സ് ഉന്നയിച്ചുകൊണ്ട് നാം സമരം ചെയ്തു. ഈ പുതിയ സാമ്പത്തിക നയം എങ്ങനെ ഇന്ത്യയിലേക്ക് വന്നു? ഇതിനിപ്പോ ഇന്ത്യയിൽ മാത്രമുള്ള ഒരു പ്രശ്നമല്ല, ഇതിന് ലോകവ്യാപകമായ പ്രശ്നമാണ്, ആഗോളവ്യാപകമായ പ്രശ്നമാണ്. വെള്ളക്കിണർ, ഭൂനികുതി ഉൾപ്പെടെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന തരത്തിൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കുകയാണ് സർക്കാർ. ധനകാര്യ മാനേജ്മെന്റ് സമ്പൂർണ്ണമായി പരാജയപ്പെട്ടതും പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടി. 13 വർഷമായി പ്രവർത്തനരഹിതമായി കിടക്കുന്ന മാവൂരിലെ 400 ഏക്കർ ഗ്രാസ്യം ഭൂമി ഏറ്റെടുത്ത് പുതിയ വ്യവസായം ആരംഭിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. EK വിജയൻ MLA, KC ജയപാലൻ, P. സുബ്രഹ്മണ്യൻ, KV സൂരി, അഡ്വക്കേറ്റ് P. ഗവാസ്, TV ബാലൻ, K. രജിത് കുമാർ, PP വിമല, M. നാരായണൻ മാസ്റ്റർ, NK ചന്ദ്രൻ, VR രമേശ്, K. സദാനന്ദൻ, അബ്ബാസ് മേലാത്ത് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. പുരോഗമന കലാ സാഹിത്യ സംഘം വനിതാ സാഹിതിയുടെ ആഭിമുഖ്യത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നതിനു വേണ്ടി ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനമ്മ കുഞ്ഞണി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു.
സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങളിലും വളർന്നുവരുന്ന അന്ധവിശ്വാസത്തിനും അനാചാരത്തിനുമെതിരെ പ്രതികരിക്കുന്നതിനു വേണ്ടി വനിതാ സാഹിത്യവേദിയുടെ ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. KGOA ഹാളിൽ നടന്ന കൺവെൻഷൻ കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനമ്മ കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. ഈ ഇവിടുത്തെ തമ്പുരാക്കന്മാർക്ക് വേണ്ടി പണിയെടുത്ത് പകൽ ജീവിതം പണിയെടുത്ത് ഒരു കോണകം മാത്രം കൊടുത്ത് പണിയെടുക്കുന്നതിന് നന്ദിയായി കഴിഞ്ഞാൽ 4 ചവിട്ടും കിട്ടും, ചിലപ്പോൾ ലേശം 2 കഞ്ഞി നെല്ല് കൊടുത്തു വരാം. അങ്ങനെ പണിയെടുക്കുന്നവനെയാണ് സംഘടിപ്പിച്ചുകൊണ്ട് യോഗത്തിൽ സംഘടനാ പ്രസിഡന്റ് പി സൗദാമിനി അധ്യക്ഷം വഹിച്ചു. സെക്രട്ടറി CN സുഭദ്ര, TV ലളിത, പുരോഗമന കലാ സാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി VT സുരേഷ്, NK രാധ, കല്യാണിക്കുട്ടി, PK പത്മാവതി എന്നിവർ സംസാരിച്ചു. തട്ടംപുറത്തപ്പൻ എന്ന ഷോർട്ട് ഫിലിം ചടങ്ങിൽ പ്രദർശിപ്പിച്ചു. BJPയുടെ ക്ഷമ CPM ദൗർബല്യമായി കാണരുതെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. BJP പേരാമ്പ്ര നിയോജക മണ്ഡലം കമ്മിറ്റി മേപ്പയൂരിൽ സംഘടിപ്പിച്ച സ്വീകരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കതിരൂർ മനോജിന്റേതുൾപ്പെടെയുള്ള കൊലപാതകത്തിനു ശേഷവും BJP കാണിക്കുന്ന ക്ഷമ CPIM ദൗർബല്യമായി കണക്കാക്കരുതെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. CPIM അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്നും അവർ കൂട്ടിച്ചേർത്തു. BJP പേരാമ്പ്ര നിയോജക മണ്ഡലം കമ്മിറ്റി മേപ്പയൂരിൽ സംഘടിപ്പിച്ച സ്വീകരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കണ്ണൂരിലെ മനോജിനെ കൊലപ്പെടുത്തിയതിനു ശേഷം TP ചന്ദ്രശേഖരൻ വധക്കേസ് പോലെ ആ മനോജ് വധക്കേസ് അട്ടിമറിക്കാമെന്ന് തീരുമാനമെടുത്തുകൊണ്ടാണ് 24 മണിക്കൂർ സമയം കഴിഞ്ഞിട്ടാണ് കേരളത്തിലെ പ്രഗത്ഭമായിട്ടുള്ള പാർട്ടി എന്ന് അവകാശപ്പെടുന്ന CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഞങ്ങൾക്ക് ഈ കൊലപാതക കേസിൽ ബന്ധമില്ല, പങ്കില്ല എന്ന് പ്രഖ്യാപിച്ചത്. 24 മണിക്കൂർ കാത്തിരുന്ന് ജോത്സ്യം വെച്ച് ഉത്തരം പറയേണ്ട ഗതികേടാണ് ഒരു CPIM എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ഈ കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടായത്. ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് BJPയിൽ ചേർന്നവർക്ക് സ്വീകരണം നൽകി. KK രതീഷ് അധ്യക്ഷം വഹിച്ചു. BJP സംസ്ഥാന വക്താവ് VK സജീവൻ, ശോഭ രാജൻ, A ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ അജണ്ട മാറ്റിയെഴുതേണ്ട അവസ്ഥയാണ് കേരളത്തിലുള്ളതെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രേമ പിഷാരടി പറഞ്ഞു. വെൽഫെയർ പാർട്ടി ചെറുവണ്ണൂർ യൂണിറ്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. ജനവിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ദുരിതങ്ങളാണ് രാജ്യത്തെ സാധാരണ ജനത അനുഭവിക്കുന്നതെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന ഉപാധ്യക്ഷ പ്രേമ ജി പിഷാരടി. കോർപ്പറേറ്റ് മാഫിയകളുടെ പിടിയിലാണ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെല്ലാം. പാവപ്പെട്ടവരുടെ പക്ഷത്തു നിന്ന് മധ്യരാജാക്കന്മാരുടെ ശിങ്കിടികളായി വലത് ഇടത് പക്ഷങ്ങളും സംഘപരിവാറും മാറിയിരിക്കുകയാണെന്നും അവർ പറഞ്ഞു. വെൽഫെയർ പാർട്ടി ചെറുവണ്ണൂർ യൂണിറ്റ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. ശ്രീകൃഷ്ണ ജയന്തിയിൽ നിങ്ങൾക്ക് പങ്കുചേരാം, അമ്പലത്തിൽ പോകാം. ബാലഗോകുലവും RSS നടക്കുന്ന ശ്രീകൃഷ്ണ ജയന്തിയിലാണ് നിങ്ങൾ പങ്കെടുക്കാതിരിക്കേണ്ടത്. പക്ഷേ ഭഗവാനെ നിങ്ങൾക്ക് കാണാം. ഇന്നലെ വരെ ഈശ്വരനില്ലാതിരുന്നു എന്ന് പറയുന്ന ആളുകൾ, സഖാവ് നയനാരുടെ പ്രിയ പത്നി ഇന്ന് ശാരദ ടീച്ചറും കുടുംബവും ഗുരുവായൂർ അമ്പലത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റിക്കാരെന്ന് മനസ്സിലാകാത്തതിന്റെ പേരിൽ VIP-കളിൽ നിന്ന് നീക്കി നിർത്തി എന്ന് ഇപ്പോൾ പ്രഖ്യാപിക്കേണ്ടി വരുന്ന, ഇന്നലെ വരെ വിശ്വാസമില്ല എന്ന് പറയുന്നവർ പഞ്ചായത്തുകൾ തിരിച്ചുപിടിക്കാൻ. പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി PK അബ്ദുറഹ്മാൻ, AP വേലായുധൻ, MA ഗയും എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിൽ രംഗവേദി ചെറുവണ്ണൂർ, സ്പാർക്ക് ആൻഡ് യുവ, ഫ്രണ്ട്സ് മധുര ബസാർ, അഡ്വഞ്ചേഴ്സ് ചെറുവണ്ണൂർ എന്നീ ക്ലബ്ബുകളുടെയും കർഷകരായ ചന്ദ്രൻ ചാലിയകത്ത്, ശിവദാസൻ, തെങ്ങുകയറ്റ തൊഴിലാളികളായ ശങ്കരൻ, പ്രദീപൻ, സുന്ദരൻ, സുബ്രഹ്മണ്യൻ, ഹരിദാസ് എന്നിവരെയും ആദരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് AK മൊയ്തീൻ കോയ അധ്യക്ഷനായിരുന്നു. K ഉമ്മർ കോയ മൂപ്പൻസ്, A ബിച്ചു കൈരളി എന്നിവർ സംസാരിച്ചു. വടകര രാഗമാലിക സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് സോഷ്യൽ ചാരിറ്റബിൾ സൊസൈറ്റി രാഗരത്ന ടാലന്റ് അവാർഡിലേക്കുള്ള എൻട്രികൾ ക്ഷണിച്ചു. വിവിധ വിഭാഗങ്ങളിലായി 60ഓളം പുരസ്കാരങ്ങൾ നൽകും. മലയാളത്തിൽ നിർമ്മിച്ചിട്ടുള്ള സൃഷ്ടികളാണ് പരിഗണിക്കുക. എൻട്രികൾ ഡിസംബർ 10 മുൻപായി രാഗമാലിക ഓഫീസിലെത്തണമെന്ന് സംഘാടകർ അറിയിച്ചു. കലാരംഗത്ത് വളർന്നുവരുന്ന യുവ പ്രതിഭകളെ അംഗീകരിക്കുന്നതിനായി രാഗമാലിക സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് സോഷ്യൽ ചാരിറ്റബിൾ സൊസൈറ്റി വടകര രാഗരത്ന ടാലന്റ് അവാർഡ്സ് 2014 എന്ന പേരിൽ ഷോർട്ട് ഫിലിം, ആൽബം, ഡോക്യുമെന്ററി ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. ഷോർട്ട് ഫിലിം, മ്യൂസിക് ആൽബം, ക്യാമ്പസ് ഫിലിം, ഡോക്യുമെന്ററി എന്നീ കാറ്റഗറികളിലായി ഏകദേശം 60-ൽ പരം പുരസ്കാരങ്ങൾക്കു വേണ്ടിയാണ് മത്സരം നടത്തുന്നത്. കേരളത്തിലുടനീളം നിർമ്മിച്ചിട്ടുള്ള മലയാളം സൃഷ്ടികളാണ് മത്സരത്തിനായി പരിഗണിക്കുന്നത്. മത്സരാർത്ഥികൾ എൻട്രികൾ
ഡിസംബർ 10 മുൻപായി സമർപ്പിക്കണം. അപേക്ഷാ ഫോറവും നിബന്ധനകളും വടകരയിലെ രാഗമാലികയുടെ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് രാഗമാലിക സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് സോഷ്യൽ ചാരിറ്റബിൾ സൊസൈറ്റി, അൽമ ബിൽഡിംഗ്, പുതിയ സ്റ്റാൻഡ്, വടകര. മൊബൈൽ നമ്പർ 9343010616 എന്ന വിലാസത്തിൽ ലഭിക്കുന്നതാണ്. ബേപ്പൂരിലെ സൗഹൃദം റെസിഡന്റ് അസോസിയേഷൻ വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. സൗത്ത് GLP സ്കൂളിൽ വെച്ച് നടന്ന സമ്മേളനം മലപ്പുറം സീനിയർ സിവിൽ പോലീസ് ഓഫീസർ VK പൗലോസ് ഉദ്ഘാടനം ചെയ്തു. സൗഹൃദം റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികം എലന്തക്കാട്ട് GLP സ്കൂളിൽ നടന്നു. TK സിയാലിക്കോയ അധ്യക്ഷനായ പരിപാടി മലപ്പുറം സീനിയർ സിവിൽ ഓഫീസർ VK പൗലോസ് ഉദ്ഘാടനം ചെയ്തു. യോഗങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ക്ഷണിച്ചു വരൽ മാത്രമല്ല, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടത് തൊഴിൽപരമായിട്ടുള്ള ആവശ്യകത കൂടിയായിട്ടാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ എപ്പോഴും വീക്ഷിക്കാറുള്ളത്. റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ എന്ന് പറയുമ്പോൾ കുടുംബ കൂട്ടായ്മകൾ എന്ന് നമ്മൾ പറയുന്നു. കുടുംബം എന്ന വിപുലമായ വിശാലമായ ഒരു സംവിധാനത്തിന്റെ സന്തതികളാണ് നമ്മൾ ഭാരതീയ. ഭരതൻ പള്ളിപ്പുറത്ത്, OKM ബഷീർ, ബേപ്പൂർ സബ് ഇൻസ്പെക്ടർ AP ജയകുമാർ, കാരട് റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധി TK അബ്ദുൽ ഗഫൂർ, ഹാർബർ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധി K രഘുനാഥ്, റിഫാഹ്, O ഉമർ ഫാറൂഖ് എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് കലാപരിപാടികളും പ്രോത്സാഹന സമ്മാന വിതരണവും നടന്നു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. High casual jewelry from Malabar Gold and Diamonds. ഓണാശംസകളോടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്. Celebrate the beauty of life. വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. വാർത്തകൾ തുടരുന്നു. ഉറ്റവരും ഉടയവരുമില്ലാത്തവർക്ക് സ്നേഹത്തിന്റെയും സാന്ത്വനത്തിന്റെയും പൂക്കൾ വിതറി ക്ലാസ്മേറ്റ്സ് 93 കലാസാംസ്കാരിക വേദി ഓണം ആഘോഷിച്ചു. കുണ്ടായിത്തോട് ശാന്തി ഭവനിലെ 75ഓളം അന്തേവാസികൾക്കൊപ്പമായിരുന്നു ക്ലാസ്മേറ്റ്സ് സ്നേഹത്തിന്റെ പൂക്കളമൊരുക്കി ഓണസദ്യ വിളമ്പിയത്. ക്ലാസ്മേറ്റ്സ് 93 കലാ സാംസ്കാരിക വേദി ബേപ്പൂരിന്റെ ഓണാഘോഷ പരിപാടികൾ കുണ്ടായിത്തോട് ശാന്തി ഭവനിലെ അന്തേവാസികൾക്കൊപ്പം ആഘോഷിച്ചു. പരിപാടിയോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ ക്ലാസ്മേറ്റ് സെക്രട്ടറി M സുധീഷ് സ്വാഗതം പറഞ്ഞു. ബ്രദർ ജോസഫ് ചാരുപ്ലാക്കൽ അധ്യക്ഷം വഹിച്ചു. ബാബു പൊക്കത്ത്, പ്രമോദ് കുമാർ KH, എൽഡോ ഡൊമിനിക്, EP സലീം, സിസ്റ്റർ ആൻസ് ജോ, സിസ്റ്റർ മേരി ജോർജ്, തോമസ് എന്നിവരും പങ്കെടുത്തു. കൂടാതെ ക്ലാസ്മേറ്റ്സിന്റെ കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും കരോക്കെ ഗാനമേളയും നടന്നു. അതോടൊപ്പം ഓണസദ്യയും നൽകി. പെൺകുട്ടികൾക്ക് സ്വയം രക്ഷാ പരിശീലനവുമായി കൊയിലാണ്ടി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സൗഹൃദ കൂട്ടായ്മ. സംസ്ഥാന വികസന കോർപ്പറേഷന്റെ സഹകരണത്തോടെ 10 ദിവസത്തെ കുംഫു പരിശീലനമാണ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കുൽസു ഉദ്ഘാടനം ചെയ്തു. കൊയിലാണ്ടി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സൗഹൃദ ക്ലബ്ബും സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷനും സംയുക്തമായി പെൺകുട്ടികൾക്കായി സ്വയം രക്ഷാ പരിശീലനം നൽകുന്നതിന്റെ ഭാഗമായി കുംഫു പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് 10 ദിവസം നീണ്ടുനിൽക്കുന്ന പരിശീലന പരിപാടി വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കുൽസു ഉദ്ഘാടനം ചെയ്തു. എന്തെങ്കിലും ഒരു ആക്രമണം നേരിട്ട് നിലവിളിക്കാനെങ്കിലും അധികമൊന്നും ഉണ്ട്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മളൊരു സ്വപ്നത്തില് നമ്മളെ പോലെ ഒരാൾ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രതികരണം എന്താ? നാവ് താങ്ങൂലേ? വെള്ളം കിട്ടിയാൽ കുടിക്കാൻ പോലും നമുക്ക് കഴിയോ? ഇല്ല. നാവുണ്ടാവില്ല, ശബ്ദം പുറത്തു വരില്ല, ഒച്ചത്തിലൊന്ന് നിലവിളിക്കാൻ പോലും, ഒച്ചത്തിൽ കരയാൻ പോലുള്ള അവസ്ഥയില്ലാതെ നമ്മളൊക്കെ ഇങ്ങനെ നിശബ്ദരായി പോകുന്നൊരവസ്ഥ. അതിനൊരു മാറ്റം ഉണ്ടാകണം. ഈ സെൽഫ് ഡിഫൻസ് സ്കീം കൊണ്ട് നിങ്ങൾ കായികമായിട്ട് മറ്റുള്ളവരെ നേടണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കായികമായി നേടുന്നതിനേക്കാളേറെ മാനസികമായി നിങ്ങൾക്ക് അതിനുള്ള കരുത്ത് കിട്ടിക്കഴിഞ്ഞു. നാളെ സമൂഹത്തിന്റെ മുമ്പിൽ ഈ കുട്ടികളെ തൊട്ട് പറ്റില്ല എന്ന് തോന്നുന്ന ഒരു സമൂഹം നമ്മുടെ മുമ്പിൽ വളരണം. PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് K സത്യൻ അധ്യക്ഷം വഹിച്ചു. സൗഹൃദ ക്ലബ്ബ് കൺവീനർ P ബീന, B ബാബുരാജ്, P മിനി, PV രാധാകൃഷ്ണൻ, PK ശാന്താൻ, TV ശ്രീഷ, AP നവമി, അൻസാർ കൊല്ലം എന്നിവർ സംബന്ധിച്ചു. 40 കുട്ടികൾക്കാണ് കുംഫുവിൽ പരിശീലനം നൽകുന്നത്.
പാരാമെഡിക്കൽ കൌൺസിൽ ബിൽ നടപ്പാക്കുക, മെഡിക്കൽ ടെക്നീഷ്യന്മാർക്ക് തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് താലൂക്ക് ഓഫീസുകൾക്ക് മുന്നിൽ മെഡിക്കൽ ടെക്നീഷ്യന്മാർ ധർണ നടത്തി. കൊയിലാണ്ടിയിൽ നടന്ന ധർണ നഗരസഭാ വൈസ് ചെയർമാൻ ടി.കെ. ചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സ്വകാര്യ മെഡിക്കൽ ലാബുകളിൽ വർഷങ്ങളായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്നീഷ്യന്മാരെ സർക്കാർ അയോഗ്യരായി കണ്ട് അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് മെഡിക്കൽ ടെക്നീഷ്യന്മാർ സംഘടനയ്ക്ക് കീഴിൽ സമരരംഗത്തിറങ്ങിയിരിക്കുന്നത്. മെഡിക്കൽ ടെക്നീഷ്യന്മാരെ പിരിച്ചുവിടാനും സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനുമുള്ള സർക്കാർ നീക്കത്തിനെതിരെ താഴെ തലം തൊട്ട് സംസ്ഥാന തലം വരെയുള്ള സമര പരിപാടികളാണ് ഘട്ടം ഘട്ടമായി സംഘടന ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിന്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് താലൂക്ക് ഓഫീസ് ധർണ സംഘടിപ്പിച്ചത്. കൊയിലാണ്ടിൽ നടന്ന ധർണ നഗരസഭാ വൈസ് ചെയർമാൻ ടി.കെ. ചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഏതെങ്കിലും ഒരു നിയമത്തിന്റെയോ ആക്ടിന്റെയോ പിൻബലമില്ലാതെ ലാബുകളൊക്കെ അടച്ചുപൂട്ടണം എന്ന് പറയുന്നത് ജനാധിപത്യ രീതിയല്ലെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞു. ഇസ്മയിൽ ബാലുശ്ശേരി അധ്യക്ഷത വഹിച്ചു. റഷീദ് പേരാമ്പ്ര സ്വാഗതം പറഞ്ഞു. മനോജ് പൈറ്റുവളപ്പിൽ, അബ്ദുറഹ്മാൻ, കെ.സി. നാരായണൻ എന്നിവർ സംസാരിച്ചു. സേഫ് കേരള പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ മെഡിക്കൽ ലാബുകളിൽ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയ്ക്ക് പിന്നിൽ വൻ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും സ്വാശ്രയ മാനേജ്മെന്റുകൾ മുതൽ ഈ രംഗത്ത് മുതൽ മുടക്കാനിരിക്കുന്ന കോർപ്പറേറ്റുകൾ വരെ ഇതിനു പിന്നിലുണ്ടെന്നും സംഘടനാ നേതാക്കൾ പറഞ്ഞു. സംഘടന മുന്നോട്ട് വെച്ച ന്യായമായ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്നും നേതാക്കൾ പറഞ്ഞു. ഹിന്ദി ഭരണഭാഷാ പ്രോത്സാഹന പദ്ധതി പ്രകാരം കടലൂർ വൻമുഖം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ലൈറ്റ് ഹൌസ് ആൻഡ് ലൈറ്റ് ഷിപ്സ് ഡയറക്ടറേറ്റ് കൊച്ചിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു മത്സരങ്ങൾ നടത്തിയത്. കെ. ദാസൻ എം.എൽ.എ. വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഹിന്ദി ഭരണഭാഷ പ്രോത്സാഹന പദ്ധതി പ്രകാരം നന്ദി ലൈറ്റ് ഹൌസിന് സമീപത്തെ കടലൂർ വൻമുഖം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച വിവിധ മത്സര പരിപാടികളിലെ വിജയികൾക്കായുള്ള സമ്മാനദാന ചടങ്ങ് മൂടാടി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. ലൈറ്റ് ഹൌസ് ആൻഡ് ലൈറ്റ് ഷിപ്സ് ഡയറക്ടറേറ്റ് കൊച്ചിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു വിദ്യാർത്ഥികൾക്കായി മത്സരങ്ങൾ നടത്തിയത്. സമ്മാനദാന ചടങ്ങ് കെ. ദാസൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. ലൈറ്റ് ഹൌസ് ആൻഡ് ലൈറ്റ് ഷിപ്സ് ഡയറക്ടർ ചന്ദ്രഭൂഷൺ ശ്രീവാസ്തവ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മൂടാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ. ജീവാനന്ദൻ മാസ്റ്റർ, ബാങ്ക് പ്രസിഡന്റ് കെ. വി. രാഘവൻ, ഹെഡ്മാസ്റ്റർ രാജൻ പഴങ്കാവിൽ എന്നിവർ സംസാരിച്ചു. വിജയികൾക്ക് ക്യാഷ് അവാർഡും പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കേരള ഫിസിക്കലി ചാലഞ്ചേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 3 മുതൽ 12 വരെ കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൌണ്ടിൽ വെച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവർ ഷോ ആൻഡ് കൺസ്യൂമർ എക്സിബിഷൻ ഈദ് ഫെസ്റ്റ് 2014 സംഘടിപ്പിക്കും. മേളയുടെ ഉദ്ഘാടനം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ എം.കെ. മുനീർ നിർവഹിക്കും. എല്ലാ ദിവസവും 2 മണി മുതൽ 9 മണി വരെയാണ് പ്രദർശന സമയമെന്നും സംഘാടകർ പറഞ്ഞു. വർഷങ്ങളായി നഗരത്തിൽ അലഞ്ഞുതിരിയുന്ന സ്ത്രീ മരിച്ച നിലയിൽ. കല്ലായി സ്വദേശി സുഹറയാണ് രാവിലെ മാവൂർ റോഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 50 വയസ്സ് പ്രായമുണ്ടെന്ന് കരുതുന്നു. മൃതദേഹം പോലീസിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഴിമതിയും കെടുകാര്യസ്ഥതയും നിറഞ്ഞ ഭരണകൂടത്തെ കരിങ്കൊടി കൊണ്ടോ ചൂലുകൊണ്ടോ തുടച്ചു നീക്കാനാവാത്ത അവസ്ഥയാണിന്നുള്ളതെന്ന് സാറ ജോസഫ്. സ്കൂളുകളിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ നിയമനം. പുതിയ ഉത്തരവ് കായിക മേഖലയെ പുറകോട്ട് വലിക്കുമെന്ന് മുൻ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ടി.പി. ദാസൻ. വിവാഹങ്ങൾ ധൂർത്തായി മാറുകയാണെന്നും അത് പരിമിതപ്പെടുത്തണമെന്നും മന്ത്രി എം.കെ. മുനീർ. പ്രത്യാശയുടെ വിവാഹ ധനസഹായങ്ങൾ വിതരണം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദ കിങ് ഓഫ് ഫുട്വെയർസ്.